അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിജനമായ സ്ഥലത്ത് അദൃശ്യരോടുള്ള സഹായതേട്ടം, അതാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. عن ابن عباس رضي الله عنهما أن رسول الله صلى الله عليه وسلم قال إن لله ملائكة في الأرض سوى الحفظة يكتبون ما يسقط من ورق الشجر فإذا أصاب أحدكم عرجة بأرض فلات فلينادي أعينوا عباد الله. മഹാനരായ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, ഭൂമിയിൽ കാവൽക്കാരായി കൊണ്ട് അള്ളാഹുവിൻ്റെ മലക്കുകളുണ്ട്. അതിനു പുറമെ മറ്റൊരു വിഭാഗം കൂടി മലക്കുകൾ മരങ്ങളിൽ നിന്നും കൊഴിഞ്ഞു വീഴുന്ന ഇലകളുടെ എണ്ണം പോലും എഴുതിയെടുക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ വിജനമായ സ്ഥലത്ത് എന്തെങ്കിലും വിഷമങ്ങളിൽ പെട്ട് കഴിഞ്ഞാൽ യാ ഇബാദല്ലാഹ് അഈനൂനി, അള്ളാഹുവിൻ്റെ അടിമകളെ സഹായിക്കൂ, ഇങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഹദീസ് സ്വഹീഹായ പരമ്പരകളിലൂടെ ഇമാമുകൾ റിപ്പോർട്ട് ചെയ്തു. ലോക പ്രശസ്തരായ മുഹദ്ദിസുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായി കാണാം. 1 ഇമാം തുബറാനി റഹിമഹുല്ലാ, 2 ഇമാം ഹൈസമി റഹിമഹുല്ലാ കശ്ഫുൽ അസ്താർ, 3 ഇമാം ബൈഹഖി റഹിമഹുല്ലാ ശുഅബുൽ ഈമാൻ, 4 ഇമാം ബസ്സാർ റഹിമഹുല്ലാ, 5 മുജാഹിദുകളുടെ കൂടി നേതാവായ ഷൗക്കാനി തുഹ്ഫത്തുൽ ദാക്കിരീൻ രേഖപ്പെടുത്തി. മനുഷ്യർക്ക് കാണാനാവാത്ത മലക്കുകൾ, സ്വാലിഹീങ്ങളായ ജിന്നുകൾ തുടങ്ങി അള്ളാഹുവിൻ്റെ അടിമകളോട് സഹായം ചോദിക്കാം എന്നതിന് ഈ ഹദീസ് തെളിവാണെന്ന് മുജാഹിദുകൾ കൂടി അംഗീകരിക്കുന്ന ഷൗക്കാനി അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുൽ ദാക്കിരീനിൽ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി. ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണ്, പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു മുസ്ലിമിന് മറ്റാരെയും സഹായത്തിന് വേണ്ടി വിളിച്ചുകൂടെന്നുള്ള ബിദ്അത്തുകാരുടെ വികലവാദങ്ങൾ ഇവിടെ നിലനിൽക്കുന്നില്ലെന്നത് വ്യക്തം. കാരണം വിജനമായ സ്ഥലമെന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരാളും തന്നെ ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. അള്ളാഹുവിൻ്റെ അദൃശ്യരായ അടിമകളെ വിളിച്ചു സഹായം തേടാനാണ് നിർദ്ദേശിക്കുന്നത്. ഈ ഹദീസ് പണ്ഡിതന്മാർ എടുത്തുദ്ധരിക്കുകയും സ്വഹീഹാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ലോക മുസ്ലിം ഇമാമുകൾക്ക് മനസ്സിലാവാത്ത ഷിർക്ക് കേരളത്തിലുള്ള പുത്തൻവാദികൾക്ക് മനസ്സിലായി എന്നാണോ മുസ്ലിം ലോകം വിശ്വസിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ച മറ്റൊരു സ്വഹാബിയുടെ ചരിത്രം കൂടി നമുക്ക് മനസ്സിലാക്കാം. മുറിഞ്ഞ വീണ് കയ്യുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ച സ്വഹാബി വഖത അബൂ ജഹൽ യൗമ ബദറിൻ യദി മുഅവ്വദ് ഇബ്നു അഫ്റാ فجاء يحمل يده فبصق عليها رسول الله صلى الله عليه وسلم والصقها فلصقت. ചരിത്ര പ്രസിദ്ധമായ ബദർ യുദ്ധത്തിലെ മഹാനായ സ്വഹാബി മുഅവ്വദ് ഇബ്നു അഫ്റാ റളിയല്ലാഹു അൻഹുവും എൻ്റെ സമുദായത്തിലെ ഫിർഔൻ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ച അബൂജഹലുമായുള്ള ഏറ്റുമുട്ടലിൽ ക്രൂരനായ അബൂജഹലിൻ്റെ വാളിൻ്റെ വെട്ടേറ്റ് മഹാനവറുകളുടെ കൈയറ്റുപോയി. മുറിഞ്ഞ വീണ കയ്യുമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നു നിന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷറഫാക്കപ്പെട്ട തങ്ങളുടെ ഉമനീര് കൊണ്ട് മുറിഞ്ഞ ആ ഭാഗത്ത് തൊട്ട് പുരട്ടുകയും തൽസ്ഥാനത്ത് വെച്ചുകൊണ്ട് കൈ പൂർവ്വസ്ഥിതിയിലാക്കി കൊടുത്തു. ഈ ചരിത്ര സംഭവം രേഖപ്പെട്ട് കിടക്കുന്ന ഗ്രന്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇമാം ഹാഫിദ് സ്വാലിഹ് ഷാമി റഹിമഹുല്ലാ സുബുലുൽ ഹുദാ വർ റഷാദ്, ഇമാം മറാഖിഷി റഹിമഹുല്ലാ മിസ്ബാഹുൽ ദുലാം, ഇമാം ഖാദി ഇയാൽ റഹിമഹുല്ലാ ഷിഫ എന്നീ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നഷ്ടപ്പെട്ട കയ്യുമെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് സഹായത്തിന് വേണ്ടി അഭയം തേടിയ സ്വഹാബി അവരേക്കാൾ കൂടുതൽ തൗഹീദ് മനസ്സിലാക്കിയവരാണോ എന്നുള്ള സകല പുത്തൻവാദികളും? സുഖപ്പെടുത്തുന്നത് അള്ളാഹുവാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന സ്വഹാബത്ത് ഭൗതികമായാലും അഭൗതികമായാലും ലോകത്തിൻ്റെ റഹ്മത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ അഭയം തേടുന്നതിനും അവർ യാതൊരു മടിയും കാണിച്ചിരുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കേവലം സാധാരണക്കാരനാക്കിയ പുത്തൻവാദികൾക്ക് ഒരു പക്ഷേ ഇതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയില്ലായിരിക്കും. പക്ഷേ മുസ്ലിം ലോകത്തിന് അത് സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.